അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള പച്ചമാങ്ങ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ മാങ്ങ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇച്ചിരി മൂപ്പുള്ള മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയില്ലേ, അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെക്കാം. 2-3 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1-2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം കടുകാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക് നിങ്ങൾക്ക് അരയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാൻ പോവുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. വെള്ളത്തിന് പകരം ഞാൻ തൈരിലാണ് ഇത് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് മഷി പോലെ അരച്ചതിന് ശേഷം കൊണ്ടുവരാം. ഉപ്പ് ചേർത്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരം വെക്കണമെങ്കിൽ അത്ര നല്ലത്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്, തൈരിൻ്റെ കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. പുളി നോക്കട്ടെ. ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ തൈര് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ തൈരിന് അധികം പുളിയില്ല. അതിലോട്ട് ഞാൻ കട്ട തൈര്, ഒരുപാട് ലൂസാക്കാത്ത തൈര് വേണം ഒഴിക്കാൻ കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ മോര് പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് വിളമ്പാൻ പറ്റില്ല. 2 ടേബിൾ സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ രുചിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഇലയിൽ വിളമ്പാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് മുൻപായിട്ട് ഞാനിതിൽ അല്പം ഷുഗർ ചേർക്കുന്നുണ്ട്. കാരണം എന്നാലാണ് ആ ടേസ്റ്റ് എൻഹാൻസ് ആവുള്ളൂ. പക്ഷേ ഓപ്ഷനിലാണ് കേട്ടോ. 2 നുള്ളി ഷുഗർ ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കിച്ചടിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. 5 മിനിറ്റ് ഇതങ്ങ് അടച്ചു വെക്കണേ. അപ്പം നമ്മുടെ പച്ചമാങ്ങ കിച്ചടി 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ രുചി നോക്കുക. മധുരവും എരിവും ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറച്ചും കൂടെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സൂപ്പർ ആയിട്ടുള്ള ഓണം ആശംസിക്കുന്നു. അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്